മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ് ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ് കോൺഗ്രസിനെ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് സംബന്ധിച്ച് നാളെ കൊച്ചിയിൽ ചർച്ച നടക്കുമെന്ന് കെ മുരളീധരൻ MP വ്യക്തമാക്കി. മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. അതേസമയം ലീഗ് സീറ്റ് ചോദിക്കാൻ അർഹതയും അവകാശവും ഉണ്ടെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ലീഗ് അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ UDF യോഗത്തിലേക്ക് അറിയിച്ച പ്രകാരത്തിലുള്ള നിലപാടിൽ തന്നെ, അതായത് മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം അത് പരസ്യമായി തന്നെ ഉയർത്തിക്കൊണ്ടാണ് ലീഗ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ശരി, PMA സലാം ആണെങ്കിലും ശരി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ നിലപാട് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും ഈ രീതിയിൽ ലീഗിന് ഈ മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന രീതിയിലുള്ള നിലപാടുകൾ പറയുന്നത്. പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെയുള്ള ആളുകളൊക്കെ പല തവണ ഇതുമായി ബന്ധപ്പെട്ട് ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു പരാമർശം വരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നത് കൂട്ടായ ചർച്ചകൾക്കൊടുവിൽ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സീറ്റ് വിഭജനം ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നത്, ഈ രീതിയിൽ UDFന്റെ സീറ്റ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുന്നത് ഈ ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ തട്ടി തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നാളെ നടക്കുന്ന ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചർച്ചകൾ നാളെ കൊച്ചിയിൽ വെച്ച് നടക്കും. ഈ ചർച്ചയിലായിരിക്കും ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ലീഗ് പരസ്യമായി തന്നെ പറയുന്നു തങ്ങൾക്ക് മൂന്നാം സീറ്റ് വേണം, ആ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കോംപ്രമൈസ് ചർച്ചകളുടെ ഭാഗമായി മുന്നോട്ട് വെച്ച ഒരു രാജ്യസഭാ സീറ്റ്, 2 സീറ്റും 2 ലോക്സഭാ സീറ്റും അതിനുശേഷം അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റും എന്നുള്ളൊരു നിലപാട് ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ എങ്ങനെയായിരിക്കും നാളത്തെ ചർച്ചകൾ എന്നതനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്തായാലും നാളെ UDFന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഏകോപന യോഗം നടക്കുന്നു. അത് ഫലത്തിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു ചർച്ചയായി തന്നെ മാറും. അതിനുശേഷം 27-ന് ലീഗിന്റെ ഒരു നേതൃയോഗവും നടക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ യോഗത്തിന് ശേഷം നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ലീഗ് പറയുന്നത്. ഇതിനുശേഷമായിരിക്കും 27-ന് ചേരുന്ന ലീഗിന്റെ യോഗത്തിൽ അവരുടേതായ ഒരു നിലപാട് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ലീഗിന് മൂന്നാമതൊരു സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. രാജ്യസഭാ സീറ്റ് എന്നുള്ള കോംപ്രമൈസ് ചർച്ചകൾക്കും അവർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അവർ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. ലീഗും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ ലീഗിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ലീഗിന്റെ അണികൾക്ക് ഈ സീറ്റ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പോൾ ലീഗിന് അർഹമായ അവരുടെ ശക്തിക്കനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു വലിയ വികാരമുണ്ട്. അത് വളരെ നാളുകളായി തന്നെയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ലീഗ് അനുകൂല ഏജൻസികളൊക്കെ നടത്തിയ ചില സർവേകളിലും പഠനങ്ങളിലും ഒക്കെ അവർ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് JNU പോലെയുള്ള ക്യാമ്പസുകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചില പരിശോധനകളൊക്കെ, അല്ലെങ്കിൽ അത്തരം ചില പഠനങ്ങളിലൊക്കെ കാര്യത്തിൽ ലീഗിന് കേരളത്തിലെ ശക്തി അനുസരിച്ച് പാർലമെന്റിലേക്ക് ഒരു 5 സീറ്റൊക്കെ നേടാനുള്ള, അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള അർഹതയുണ്ട്. അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏകദേശം ഒരു 30 സീറ്റിലേക്കൊക്കെ ലീഗിന് മത്സരിക്കാം, അതിനുള്ള ശക്തി ലീഗിനുണ്ട് എന്നുള്ള രീതിയിലുള്ള അണികൾക്കിടയിലുള്ള വിലയിരുത്തൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പഠനങ്ങളിലൊക്കെ വിലയിരുത്തൽ ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് അണികൾ പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി, അല്ലെങ്കിൽ കോൺഗ്രസിന് പാർലമെന്റിലേക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലീഗ് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ഒരു വിമർശനമുണ്ട്. അത് നേതൃത്വത്തിനെതിരെയുണ്ട്. ആ വിമർശനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ കുറെ കാലങ്ങളായി ഈ ഉരുണ്ടുകൂടിയിരുന്ന കൂടുതൽ പരിഗണന, കൂടുതൽ അർഹതപ്പെട്ട സീറ്റുകൾ എന്നീ ആവശ്യങ്ങളൊക്കെ ഇത്ര പരസ്യമായി തന്നെ ലീഗ് നേതൃത്വം ഉയർത്തുന്നു. ഒപ്പം തന്നെയാണ് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി ലീഗിന് വേണ്ടിയുള്ള വലവീശലുകൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൃത്യമായ ബോധ്യവും ധാരണയും നമുക്കുണ്ട്. പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ മലബാറിലെയും ഇന്ത്യയിലുമൊക്കെ പല മുസ്ലിം വിഷയങ്ങളിൽ CPM സ്വീകരിക്കുന്ന നിലപാടുകൾ, ഈ പറഞ്ഞ രീതിയിലുള്ള പല പ്രശ്നങ്ങളും CPM ഇടത് പാർട്ടികളൊക്കെ ലീഗിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും അവരെ പരസ്യമായി ഏതാണ്ട് മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലെയുള്ള പരാമർശങ്ങൾ പോലും നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി EP ജയരാജനെ പോലെയുള്ള നേതാക്കളൊക്കെ ലീഗിന് ഇത്രയധികം സീറ്റുകൾക്ക് അർഹതയുണ്ട്, ലീഗിന് എക്കാലത്തും ഈ ലീഗിൽ UDFൽ ഇത്തരത്തിലുള്ള അവഗണന നേരിട്ടിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതാണ്ട് ലീഗിനൊരു പരവതാനി വിരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യവും ലീഗ് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇതും ഒരു സമ്മർദ്ദതന്ത്രം പോലെ ലീഗ് UDFന് നേർക്ക് അല്ലെങ്കിൽ UDFൽ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാം സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ് ലീഗിന്റെ നിലവിലത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. വിഷ്ണു, പ്രജിത്ത, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തോട് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ സമവായ ചർച്ചകൾക്ക് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളൊരു ചോദ്യം കൂടിയല്ലേ ഉള്ളത്? പ്രജിത്തിലേക്ക് വരാം. മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ
എന്ന ഇപ്പോൾ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. ആവശ്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്ന ലീഗ് കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് സംബന്ധിച്ച് നാളെ കൊച്ചിയിൽ ചർച്ച നടക്കുമെന്നാണ് കെ മുരളീധരൻ MP വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷേ ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രജിത്ത് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. പ്രജിത്ത്, ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തോട് ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമവായ ചർച്ചകളൊക്കെ എത്രത്തോളം ഫലം കാണുമെന്നുള്ള ചോദ്യം കൂടിയല്ലേ ഉയരുന്നത്? വിഷ്ണു, ഇത് കോൺഗ്രസും UDF-ഉം ഒക്കെയാണ്. അപ്പോൾ അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം വരെ ഈ ചർച്ചകൾ നീണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇക്കാലത്തും അത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളില്ലാത്തതുപോലെ ശക്തമായൊരു നിലപാട് ലീഗ് ഉയർത്തി വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സീറ്റ് ഒന്നെങ്കിൽ ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. പല തവണയും ഈ അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്ന് 5-ാം മന്ത്രിസ്ഥാനം പോലെയുള്ള ചർച്ചകളൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ ലീഗ് എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ 2 സീറ്റിൽ കൂടുതൽ പാർലമെന്റിലേക്ക് നൽകാൻ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പറയുമ്പോഴും ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ നിലപാടുകൾ കോൺഗ്രസിൽ എക്കാലത്തും ഉണ്ടാകും. നേതാക്കന്മാർ അത് പരസ്യമായി തന്നെ പറയും. അത് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സീറ്റിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ, ലീഗിൻ്റെ കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ ആ ലീഗിന് അനുകൂലമായി എക്കാലത്തും നിലപാട് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒരു പരാമർശവും വന്നിരിക്കുന്നു. ലീഗിന് അർഹതയുണ്ട്. കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ലീഗിന്റെ അർഹതയെ അവർ തള്ളി പറയുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം വരുമ്പോൾ അത് കോൺഗ്രസിന് സീറ്റുകൾ, തങ്ങളുടെ കയ്യിലുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കാനുള്ളൊരു താല്പര്യക്കുറവ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലബാറിലെ സീറ്റുകളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടൊക്കെ നിലനിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നാളെ നടക്കും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ നിലപാട് എന്തായിരിക്കും ലീഗ് സ്വീകരിക്കുക എന്നുള്ളത് പറയാൻ കഴിയുക. എന്തായാലും ലീഗ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും കൂടി വെച്ച് നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ, ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കോൺഗ്രസ് അനുവദിക്കുമോ, അല്ലെങ്കിൽ ലീഗ് അതിന് തയ്യാറാകുമോ എന്നുള്ളൊക്കെയുള്ള നിർണായകമായ ചോദ്യങ്ങളാണ്. ലീഗിന് നിർണായകമായ ശക്തി കേരള രാഷ്ട്രീയത്തിലുണ്ട്. വലിയ അവരുടെ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ മലബാറിലെ അവരുടെ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് വലിയ ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ ഒറ്റയ്ക്കൊരു മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടായാലും നാളത്തെ ചർച്ചയാണ് നിർണായകം. ഈ ചർച്ചയിൽ UDF-ൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഒരു പക്ഷേ ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസിൽ ലീഗ് തയ്യാറാവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ സീറ്റുകളും ക്യാബിനറ്റ് പദവികളൊക്കെ ഒക്കെ ആവശ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ വിവിധ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏത് സാധ്യതകൾ ഏത് സാഹചര്യത്തിലേക്ക് നാളത്തെ ചർച്ചയിൽ കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വിഷ്ണു, വ്യക്തമാണ്. 3-ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നു. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.